എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഏഞ്ചൽ ആൻ്റണി. ഞാൻ വരുന്നത് കാട്ടൂരിൽ നിന്നാണ്. ആദ്യം തന്നെ അമ്മയോടും തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ സാക്ഷ്യം ഇത്തിരി ഡിലേ ആയി. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെയാണ്. ഈ ഭയങ്കര സ്റ്റേജ് ഫിയർ പോലത്തെ ഒരു സ്വഭാവമുള്ള ഒരു കൊച്ചാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സാക്ഷ്യം ഇത്തിരി ഡിലേ ആയി പോയത്. ഈ സാക്ഷ്യം ഇങ്ങനെ പറയണം എന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് നല്ല ടെൻഷനുണ്ട്, പറയാൻ നല്ല പേടിയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞ് അന്ന് ഞാൻ വീട്ടിൽ വന്ന് ബൈബിൾ വായിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വചനം പുറപ്പാട് 4:12-13 വാക്യങ്ങളാണ്. നീ പുറപ്പെടുക, ഞാൻ നിന്നെ സഹായിക്കും. നീ സംസാരിക്കേണ്ടത് എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും എന്നായിരുന്നു ആ വാക്യം. അതെന്നെ നന്നായി സ്ട്രൈക്ക് ചെയ്തു. എന്നിട്ടും എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല, ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനൊക്കെ വന്നതുകൊണ്ട്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ സമയത്ത്, നഴ്സിംഗ് എക്സാമിൻ്റെ സമയത്തായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എക്സാം ഭയങ്കര ടഫായിരുന്നു. ആ ടൈമിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് ഉടമ്പടി എടുക്കാം എന്ന് അമ്മയോട് പറയുക. എക്സാമിന് നല്ല മാർക്കോടെ പാസ്സായാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് അമ്മയോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞ് നല്ല മാർക്കോടെ പാസ്സാകുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. റിസൾട്ട് വരുന്ന ടൈമിൽ ഞാൻ നല്ല ടെൻഷനുണ്ട്. എങ്കിലും ഞങ്ങളുടെ റൂമിൽ ഒരു 10 പേരാണ് ഉണ്ടായിരുന്നത്. ആ 10 പേരിൽ എല്ലാവരും റിസൾട്ട് നോക്കാനുള്ള ടെൻഷനിലും സങ്കടത്തിലും നിൽക്കുന്ന ടൈമിലൊക്കെയാണ് ഞാൻ ആ സമയത്ത് ഇവിടുത്തെ കൃപാസനത്തിൽ ഒരു ടോക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ ഉണ്ടെങ്കിലും ഒരാശ്വാസം എനിക്കുണ്ടായിരുന്നു ആ ടൈമിലും. ഞാൻ ആ ടോക്ക് തീരുന്ന സമയത്ത് എല്ലാവരും റിസൾട്ട് നോക്കിക്കഴിഞ്ഞ് അപ്പം എന്നോട് ചോദിച്ച്, നീ റിസൾട്ട് നോക്കുന്നില്ലേ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു, എൻ്റെയും കൂടെ ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. നോക്കി 10 പേരിൽ 2 പേരാണ് പാസ്സായത്. ആ 2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം അതിൻ്റെ കഴിവ് കൊണ്ടൊന്നും അല്ല, അത് ഈശോയുടെ കൃപ കൊണ്ട് മാത്രമാണ്. അത് ഈശോ തന്നൊരു കൃപയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എൻ്റെ സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ ടൈമിലും ഇതുപോലെ നല്ല പേടിയാണ്. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു എക്സാമിൻ്റെ തലേദിവസം പറഞ്ഞ്, സൈക്കാട്രി എക്സാമാണ്, എക്സാമിൻ്റെ തലേദിവസം പറയുവാണ് കൂടുതലും ഡിസീസ് കണ്ടീഷൻ അല്ലായിരിക്കും, ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നതെന്ന്. ഞാൻ പഠിച്ചതെല്ലാം, ഞങ്ങളുടെ റൂമിൽ ഒരു 6 പേരുണ്ട് ആ ടൈമിൽ, പഠിച്ചതെല്ലാം ഡിസീസ് കണ്ടീഷൻ മാത്രമാണ്. കാരണം ആറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും എക്സാമിന് തോക്കും, അത് ഉറപ്പാണ്. കാരണം പഠിച്ചിട്ടില്ല. കാരണം 38 മാർക്ക് വേണം ജയിക്കാൻ ആ സമയത്ത്. അപ്പോൾ എനിക്ക് നല്ല പേടിയായി. പിന്നെ എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. കാരണം ആ സെക്കൻഡ് ഇയർ ടൈമിൽ എക്സാമിന് ഞങ്ങളുടെ റൂമിൽ 3 പേർക്ക് ഉടമ്പടിയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ജപമാല ചൊല്ലും. ഒരു ദിവസം പോലും ജപമാല ചൊല്ലാതിരുന്നിട്ടില്ല. ഞങ്ങളുടെ റൂമിൽ എല്ലാ ദിവസവും ചൊല്ലും. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. എക്സാമിൻ്റെ ടൈമിന് ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാമിന് കയറുന്ന സമയത്തും സെൻറ്ററിൻ്റെ അവിടെയും പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന ടേബിളിലും ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ എഴുതുന്ന പേപ്പറിലും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് എല്ലാം വന്നതും ഡിസീസ് കണ്ടീഷൻ മാത്രമാണ്. എക്സാം നന്നായിട്ട് എഴുതാൻ സാധിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ റൂമിലെ 6 പേർക്കും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകാൻ മാതാവ് സഹായിച്ചു. കാരണം അത് ഞങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, ഈശോ തന്നൊരു കൃപ മാത്രമാണെന്ന് ഞങ്ങൾ ഇന്നും അത് വിശ്വസിക്കുന്നു. കാരണം ചെറിയൊരു പൂ മാത്രമേ ഞങ്ങൾ ഈശോയോട് ചോദിച്ചുള്ളൂ. ഒരു പൂക്കാലമാണ് ഞങ്ങൾക്ക് 6 പേർക്കും തന്നത്. കാരണം ഞങ്ങളതൊട്ടും വിശ്വസിക്കുന്നില്ല. കാരണം 6 പേർക്കും ഫസ്റ്റ് ക്ലാസ്സോടെയാണ് മാതാവ് ഞങ്ങളെ പാസ്സാക്കിയത്. തേർഡ് ഇയർ എക്സാമിൻ്റെ ടൈമിനും ഇതുപോലെ തന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ആ ഉടമ്പടിയിൽ ചെറിയൊരു വീഴ്ച വന്ന്
കാരണം എൻ്റെ പ്രാർത്ഥന ഇത്തിരി ഷോർട്ടാവാൻ തുടങ്ങി. നേരത്തെ എല്ലാ ദിവസവും ജപമാലയിൽ പങ്കെടുത്ത എനിക്ക് ചെറിയതായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരിത് കുറഞ്ഞു വന്നു. ആ ഒരു ഹോസ്പിറ്റൽ സമയത്തും ഞാനൊരു 10 ദിവസം ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥന ഇത്തിരി കുറഞ്ഞ്, അപ്പോൾ വീട്ടിലൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു സങ്കടകരമായ. ആ ഒരു സമയത്തും ഞാൻ ഈശോയോട് പറഞ്ഞ് വീട്ടിൽ വന്ന് ഈശോയോട് നന്നായിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം എക്സാമിൻ്റെ ഡേറ്റ് വന്നു. കാരണം എന്നെക്കൊണ്ട് അത് പറ്റത്തില്ല പഠിച്ചെഴുതാനൊന്നും. കാരണം 2 സബ്ജക്റ്റും ഭയങ്കര വലിയ സബ്ജക്റ്റ്, സൈക്കാട്രിയും കമ്മ്യൂണിറ്റിയും. ഒട്ടും അത് പഠിച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നുള്ളൊരു കഴിവൊന്നും എനിക്കില്ല. അത് കാരണം പെട്ടെന്ന് പഠിച്ച് തീർക്കാനും ഭയങ്കര പാടുള്ള വിഷയവും. ഞാനങ്ങനെ മാതാവിനോട് പറഞ്ഞു. ഈശോയോടും മാതാവ് വഴി ഈശോയോട് സംസാരിക്കാൻ എപ്പോഴും ശ്രമിക്കുകയുണ്ടായിരുന്നു. ഈശോയോട് ഞാൻ എപ്പോഴും പറയും, ഈശോയെ കാരണം ജയിച്ചാൽ മതി, വലിയ മാർക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ജയിച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എക്സാമിന് ചെന്നു. 2 ക്വസ്റ്റ്യൻ പേപ്പറും ഭയങ്കര ടഫാണ്. കാരണം അപ്പോൾ മനസ്സിലായി, കാരണം ജയിക്കാത്തൊന്നുമില്ല. കാരണം ഭയങ്കര ടെൻഷനായി. ആ ഒരു ടൈം വീട്ടിൽ വന്ന് ഞാൻ പ്രാർത്ഥനയിൽ എപ്പോഴും പങ്കെടുക്കും. പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി എല്ലാ ദിവസവും. പിന്നെ 1 മണിക്കൂർ കൊന്തയൊല്ലാൻ തുടങ്ങി. പിന്നെ എല്ലാ ദിവസങ്ങളിലും ദിവ്യബലിയിൽ പങ്കെടുക്കും, കുമ്പസാരിക്കും, ഇടവിടാതെ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടി, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഈശോ എപ്പോഴും വചനങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്കിത്തിരി പ്രതീക്ഷയായി. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിലൊരു തോന്നൽ, എങ്ങാനും ഫെയിലായാൽ എന്ത് ചെയ്യും, ഈ പ്രാർത്ഥന കുറയുമോ, ദിവ്യബലിയിൽ പങ്കെടുക്കൽ കുറയുമോ എന്നൊരു ചോദ്യം. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞ്, ഫെയിലായാലും കുഴപ്പമില്ല, ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്തോളാം, കുടുംബ പ്രാർത്ഥനയും ഞാൻ ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞു. റിസൾട്ട് വരുന്ന സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞു, റിസൾട്ട് ഇന്ന് വരും. ഞാനതൊന്നും വലിയ കാര്യമാക്കിയില്ല. കാരണം റിസൾട്ടിന് വേണ്ടിയുള്ള പ്രാർത്ഥന കുറഞ്ഞ്, ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ഈശോയുടെ മകളായിട്ട് വളരാനുള്ള കൃപ തരണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചോദിച്ച്, എക്സാമിന് പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ച്. അന്നത്തെ ദിവസം ഒരു ദിവ്യബലിക്ക് ഞാൻ മാത്രം പ്രാർത്ഥിച്ച്, ഈശോയെ നീ അനുവദിച്ചാൽ മാത്രം ഞാൻ പാസ്സായാൽ മതി എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് വരുന്നതിൻ്റെ ടെൻഷനും സങ്കടമൊന്നും എനിക്കില്ലായിരുന്നു. റിസൾട്ട് എല്ലാം എൻ്റെ ഫ്രണ്ടാണ് നോക്കിയത്. അന്ന് റിസൾട്ട് വരും എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അല്ലാതെ റിസൾട്ട് വന്ന് എന്നൊന്നും അറിഞ്ഞിട്ടില്ല. അന്ന് ഞാൻ അച്ഛൻ്റെ രാവിലത്തെ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് പറയുന്നത്, റിസൾട്ട് വന്ന് നീ പാസ്സായി, നല്ല മാർക്കോടെ തന്നെയാണ് പാസ്സായെന്ന്. അത് ഈശോയുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എങ്ങനെ നോക്കിയാലും ഒരു 38 മാർക്കൊന്നും കിട്ടാൻ മാത്രം ആ പേപ്പറിലൊന്നും ഇല്ല. കാരണം അതും ഏറ്റവും നല്ല മാർക്കോടെ തന്നെ ഈശോ എന്നെ ജയിപ്പിച്ച്. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സുമൊക്കെ നല്ല മാർക്കോടെ തന്നെ ജയിച്ച്. അതിനും ഈശോയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി പറയുകയാണ്. എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്ന് പിന്നെ ട്രെയിനിങ്ങിനായിട്ട് കയറാൻ ഓരോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടക്കുവാണ്. ട്രെയിനിങ് സ്റ്റാഫിനെ ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ വാതിലും അടയുമ്പോഴും ഭയങ്കര സങ്കടമായി. അപ്പോൾ ഏതെങ്കിലും ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയൊന്നും കുറഞ്ഞിട്ടില്ല, പ്രാർത്ഥന നന്നായിട്ട് പോണ്. അപ്പോഴും ഞാൻ പറഞ്ഞ, ഈശോയെ നിൻ്റെ കൃപയാൽ മതി, ഞാനിപ്പോൾ ഓരോന്നേക്കെ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് അവിടെയൊക്കെ പഠിക്കാൻ പോകണം, അത് ചെയ്യണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ദൈവകൃപയാലാണെങ്കിൽ എനിക്ക് ഇത്തിരി കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ നിൻ്റെ കൃപയാൽ മാത്രമേ എനിക്ക് തരാവുള്ളേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ്, കോയമ്പത്തൂർ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. കാരണം ഒട്ടും വിശ്വാസമൊന്നുമില്ല. കാരണം പെട്ടെന്നുള്ള ഇൻ്റർവ്യൂ കാരണം ഒന്നും അങ്ങനെ നോക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ മാത്രം ഒന്ന് റെഫർ ചെയ്തിട്ട് പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ പാസ്സായി.
മൺഡേ തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായി ഞാൻ വന്ന് സാക്ഷ്യം പറയാം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ കുർബാനയ്ക്ക് ഇവിടെ വന്ന് കുർബാന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, 7 എന്ന അക്കത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. ഞാനങ്ങനെ വലിയ കാര്യമായി എടുത്തില്ല, കാരണം ഞാൻ വ്യാഴാഴ്ചയായിരുന്നു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അപ്പം അച്ഛൻ ഇങ്ങനെ 7 എന്നുള്ള വാക്ക് പറഞ്ഞ് ഞാൻ പെട്ടെന്നൊന്ന് ഫോൺ എടുത്ത് നോക്കി. ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ദിവസം 7-ാം തീയതി ആയിരുന്നു. ഇൻ്റർവ്യൂവിന് പാസ്സാവുകയും ചെയ്തു. മൺഡേ തന്നെ ജോയിൻ ചെയ്യാനും പറഞ്ഞു. ഇതൊക്കെ മാതാവും ഈശോയും ഒരുക്കി തന്നെ വഴിയാണ്. കാരണം ഞാൻ പറഞ്ഞ്, ഈശോയെ നീ തരുമെങ്കിൽ മാത്രമേ എനിക്ക് മതി, കാരണം ഇങ്ങനെ ഓരോന്നേക്ക് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഈശോ തരുവാണെങ്കിൽ മാത്രം തന്നാൽ മതി എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഗ്രാജുവേഷൻ്റെ കാര്യവും കൂടെ നോക്കുന്നുണ്ട്. അതും അമ്മയും തിരുക്കുമാരനും ഒരുക്കി തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ ആത്മീയമായി വളരാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാധിച്ചത്. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ഞാൻ കൊന്ത ചൊല്ലും. പിന്നെ ഒരു കൊന്തയെങ്കിലും ചൊല്ലാതെ ഒരു ദിവസം കിടന്നിട്ടില്ല. എങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിലും ചൊല്ലിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കർണക്കൊന്ത ചൊല്ലിയിട്ടായാലും മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. ബൈബിൾ റീഡിംഗ് ഉണ്ട്, എന്നാൽ ഇടയ്ക്ക് മുടങ്ങാറുണ്ടെങ്കിലും ഞാൻ ബൈബിൾ റീഡിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. ദിവ്യബലിയിൽ പ്രേക്ഷിത പ്രവർത്തനം പത്രവിതരണം ചെയ്യാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പൈസ കൊടുക്കുകയുണ്ടായി. അത് എനിക്കൊരു ദിവസം സ്വപ്നത്തിൽ ആരോ വന്ന് എന്നെ തട്ടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. സ്വപ്നത്തിൽ തന്നെയാണ് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയുവാണ്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നില്ലേ, പെട്ടെന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക, ഫ്രണ്ട്സിനോടും പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഫുഡിനുള്ള പൈസ കൊടുക്കുകയാണ് ചെയ്തത്. ഇത്രയും തന്ന അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഇനിയും മുന്നോട്ട് അനുഗ്രഹങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. കാരണം ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോ തന്ന് ഒരിക്കലും കൊന്ത കൈവിടത്തില്ല. എപ്പോഴും പ്രാർത്ഥനയിലും മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഈശോയ്ക്കും തിരുക്കുമാരനോടും ഉറപ്പ് കൊടുക്കുകയാണ്. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വചനമാണ്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റണമെന്നില്ല, പക്ഷെങ്കിൽ നമ്മെ മാറ്റുകയാണ്, നമ്മെ ശക്തരാക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ. ഉടമ്പടി എന്നത് ദൈവത്തിലോട്ടുള്ള ഒരു സമർപ്പണവും ഒരു വിശ്വാസ ബന്ധവും ഒരു ആത്മീയ ബന്ധവുമാണ്. ഒരു പക്ഷേ സാമ്പത്തിക പ്രശ്നമാവാം, പരീക്ഷ എഴുതാനുള്ള ഭയങ്ങളാവാം, ജോലിയില്ലായ്മയാവാം, കുടുംബത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ആവാം. എന്തു തന്നെ ആയാലും വചനം പറയുന്നത് ദൈവകൃപയാണ് നമ്മെ താങ്ങി നിർത്തുന്നതെന്നാണ്. എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കുന്നത് നമ്മുടെ ബലഹീനതയിലാണെന്നാണ്. കർത്താവിൻ്റെ ശക്തി നമ്മൾ ബലഹീനതരാകുമ്പോൾ, നമ്മൾ ഭയപ്പെടുമ്പോൾ, നമുക്ക് ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തെ മുറുക്കെ പിടിക്കുകയാണ്. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാനായിട്ട് നാം പ്രാർത്ഥിക്കുകയാണ്. മകൾ ഏഞ്ചൽ ആൻ്റണിയോ പറഞ്ഞ സാക്ഷ്യത്തിലും അതുപോലെ തന്നെയാണ്. ഭയത്തിൻ്റെ നാളുകളായിരുന്നു പരീക്ഷയുടെ നാളുകൾ. അവിടെയും കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. വളരെ പ്രയാസകരമായ ദിവസങ്ങൾ, പരീക്ഷാ ഭയം, അതായത് എക്സാം ഫോബിയ എന്ന് തന്നെ പറയാം. അങ്ങനെ പേടിച്ച് പിന്നീട് ഉടമ്പടി എടുത്ത് അതിനുശേഷമാണ് മകളുടെ ജീവിതത്തിൽ വലിയ വാതിലുകൾ, പുത്തൻ പ്രതീക്ഷകളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നത്. സങ്കീർത്തനം 34:4 വചനം പറയുന്നത്, ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു എന്നാണ്.
നമ്മെ മോചിപ്പിക്കുന്ന ഒരു ദൈവമാണ്, ആ ദൈവ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ഏഞ്ചലിൻ്റെ ജീവിതത്തിലും നഴ്സിംഗ് പഠനകാലത്ത് ഫസ്റ്റ് ഇയറിൽ അവർ 10 പേരായിരുന്നു നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്നത്. അധികം പ്രാർത്ഥനയും ആത്മീയ ജീവിതമൊന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ പ്രാർത്ഥിച്ചു. ഏഞ്ചൽ കൂടുതലും ഈശോയുടെ അമ്മയുടെ അടുക്കിയായിരുന്നു. പരീക്ഷയുടെ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു, ടഫ് എക്സാം ആയിരുന്നു. ലാംഗ്വേജ് പ്രശ്നമുണ്ടായിരുന്നു, കാരണം മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്. പിന്നെ എക്സാമിൻ്റെ ഫിയർ, അതായത് പേടിയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി എക്സാം എഴുതി. എല്ലാവരും റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അന്നും ഈ മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി ധ്യാനവും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാമിന് എല്ലാവരും റിസൾട്ട് നോക്കാൻ പോയപ്പോഴും അന്നും ഈ മകൾ പ്രാർത്ഥനയിലായിരുന്നു. അന്ന് 10 പേരെ എഴുതിയതിൽ 2 പേരാണ് ജയിച്ചത്. അതിലാണ് ഏഞ്ചലിൻ്റെ പേര് വന്നത്. പിന്നീട് 2ാമത്തെ വർഷം അവർ 6 പേരുണ്ടായിരുന്നു. അതിൽ 3 പേർ ഉടമ്പടി എടുത്തവരാണ്. കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും പഠനകാലത്ത് പ്രാർത്ഥനയിൽ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തത്. പഠനത്തിൽ ഉപരി ആത്മീയതയിൽ പ്രാധാന്യം കൊടുക്കുകയും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് പരീക്ഷയ്ക്ക് പോയത്. അവർ 6 പേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് ഇയറിൽ 6 പേരും പാസ്സാകാൻ സാധിച്ചു. തേർഡ് ഇയറിലും ഇതുപോലെ തന്നെയാണ്. 6 പേരും അതും നല്ലപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾ ഫസ്റ്റ് ക്ലാസ്സോടെയാണ് ഫൈനൽ ഇയർ പാസ്സാകാൻ സാധിച്ചത്. ഇവിടെ ഈ മകൾ പറയുന്നത്, എൻ്റെ ക്രെഡിറ്റ് അല്ല, ഐ ഹാവ് നോ മെറിറ്റ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് ഈ മകൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്ന് നിൽക്കുന്നത്. അതിലുപരി പിന്നീടുള്ള ട്രെയിനിങ്ങും പിന്നെ അപ്പോയിൻമെൻറ്റുമായിരുന്നു. ഈ മകൾ ഇൻ്റർവ്യൂവിന് വിളിച്ച ഡേറ്റ്, അതായത് 7 എന്ന ഡേറ്റ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ടോക്കിൽ 7 എന്ന ഡേറ്റ് പറഞ്ഞു. അപ്പോൾ ഈ മകൾ കാത്തിരിക്കുകയായിരുന്നു, എന്നാണ് ഈ 7-ാം തീയതി, എന്താണ് സംഭവിക്കാൻ പോകുന്നത് 7-ാം തീയതി എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഈ മകൾ പ്രത്യാശയോടെയാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് 7-ാം തീയതി തന്നെയാണ് ഈ മകൾക്ക് കോയമ്പത്തൂരിൽ നിന്ന് നഴ്സിംഗ് സ്റ്റാഫായിട്ടുള്ള ഇൻ്റർവ്യൂവിന് ഇൻവിറ്റേഷൻ വന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് പോയി അവിടെയും ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ പരിശുദ്ധ അമ്മയുടെ ലോക്കറ്റ്, അതായത് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ആയിട്ട് വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഈ മകൾ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ ചെന്നപ്പോഴും ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചത് വീണ്ടും ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഈ മകൾക്ക് അവിടെ തന്നെ ജോലി അപ്പോയിൻമെൻറ്റ് കിട്ടി. കോയമ്പത്തൂർ 11th മെയ്യിൽ അവിടെ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞ് മകൾ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സ്വപ്നം കണ്ടത്. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതും മോളൊരു പക്ഷേ കാരുണ്യപ്രവർത്തനത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകാനായിരിക്കാം അമ്മയെ പറ്റിയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഒരു സ്വപ്നത്തിൽ ഒരു മകൾക്കൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അത് ഈ മകൾ ഏറ്റെടുക്കുകയും അന്ന് തൊട്ട് കൂടുതൽ പ്രാധാന്യം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമുള്ള ആ ശ്രമമായിരുന്നു. പിന്നീട് വീണ്ടും ഉടമ്പടിയിൽ തന്നെ കൂടുതൽ തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുന്നു. പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്ര ബലഹീനരായാലും നമുക്ക് ശക്തി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ താങ്ങി നിർത്തുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നാം വീഴാതെ നമ്മെ കരുതുന്ന ഒരമ്മയുടെ സ്നേഹത്തോടെ ലോകത്തിന് ഒരമ്മയെന്ന് ആണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ. ഇന്നിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് കൃപാസനം അമ്മ നമ്മുടെ കൂടെയുള്ളത്. എന്താവശ്യമാണേലും ഏത് ബലഹീനതകളിലായാലും അമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും കുടുംബ പ്രശ്നങ്ങളിൽ കാനായിലെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ഈശോയുടെ അരികിലേക്ക് അമ്മ പോയത്. ആ അമ്മ തന്നെയാണ് കൃപാസനം അമ്മ. നമ്മുടെ ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്, കൃപാസന അമ്മയാണ്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ബലഹീനതകളും വിട്ടുകൊടുക്കാം. നമ്മെ ശക്തിപ്പെടുത്തുന്ന ആ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏഞ്ചലിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.